ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹേഷിനോട് ഈ സെക്യൂരിറ്റി ഗാർഡ് പറയുകയാണ്, അതെ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാർ തന്നെ കുടുങ്ങോളും, ഞെട്ടിപ്പോവും. കാരണം ഈ CCTV ക്യാമറ ഓഫാക്കിയത് മറ്റാരുമല്ല, അത് സാറിൻ്റെ പെങ്ങളായ മഞ്ജിമ തന്നെയാണെന്നും പറയാം. ഇത് കേട്ട് മഹേഷ് ആകെ ഒന്ന് ഞെട്ടി. അതിനുശേഷം ആ CCTV ക്യാമറ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, എൻ്റെ റൂമിലേക്ക് കയറി വരികയും മഞ്ജിമ അവിടെ കമ്പ്യൂട്ടറിൽ CCTV ക്യാമറ ഓഫാക്കുന്ന രംഗങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് തന്നെ മഹേഷ് കാണുകയാണ്. ഇത് കണ്ട മഹേഷിനോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എൻ്റെ ചേച്ചി തന്നെ കൂട്ടു നിന്നോന്ന് വരെയും ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഇപ്പോൾ സാറിന് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറും സാറിൻ്റെ കുടുംബമായിരിക്കും ആദ്യം നാറാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അയാളൊരു കൂസലില്ലാതെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ഇഷിതയെ കാണിക്കുകയാണ്. അപ്പോൾ ഇഷിതയാണെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞപ്പോഴേക്കും ഇഷിത സന്തോഷത്തോടു കൂടി തന്നെ ആ ഡ്രസ്സ് അല്ലെങ്കിൽ മടക്കി വെക്കുകയാണ് കുഞ്ഞിൻ്റെ. അപ്പോഴാണ് മഹേഷ് നിരാശയായിട്ട് കയറി വരുന്നത്. എന്ത് പറ്റി മഹേഷ് എന്ന് ചോദിച്ചപ്പോഴേക്കും, മഹേഷ് പോയില്ലേ, എനിക്ക് പോകാനായിട്ട് തോന്നില്ലടോ, ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ ഈ ഒരു ഇതിൽ ആരാണെന്ന് കണ്ടെത്താതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അത് കണ്ടെത്താതെ എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യാനും പറ്റില്ല. മഹേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അതേടോ, അന്നാ സംഭവം നടന്നന്ന് മഞ്ജിമ ചേച്ചിയാണ് വീടിനകത്തുണ്ടായിരുന്നത്. ആ സമയത്ത് ഇതിന് പിന്നിൽ മഞ്ജിമ ചേച്ചിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കണമെങ്കിൽ ഡോറ് തുറന്നു കൊടുത്തിട്ട് വേണ്ടേ അങ്ങനെ കാണിക്കാനായിട്ട്. അപ്പം മഞ്ജിമ ചേച്ചി ആയിരിക്കുമല്ലോ ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല മഹേഷേ. മഞ്ജിമ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യുമോ? എന്തായാലും മഞ്ജിമ ചേച്ചിയുടെ രക്തം തന്നെയല്ലേ സ്വന്തം അനിയൻ്റെ കുട്ടി. അപ്പോൾ മഞ്ജിമ ചേച്ചി അത്രയും ദ്രോഹം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരി ഭയങ്കരമായിട്ടും കരയായിരുന്നു. ആ കരച്ചിൽ കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മഹേഷേ. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് കരയുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ മഞ്ജിമ ചേച്ചിയെ അങ്ങനെ അവിശ്വസിക്കാനായിട്ടൊന്നും എനിക്ക് കഴിയുന്നില്ല. തനിക്ക് കഴിയണ്ട. പക്ഷെ ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. ഇതിന് പിന്നിൽ ആകാശാണെന്നതിന് ഒരു സംശയമില്ല. പക്ഷെ ആകാശിന് ആരെ എന്തിനു വേണ്ടി ഈ ഡോർ തുറന്നു കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാക്കിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് എണീറ്റ് പോവാം. അങ്ങനെ മഹേഷ് എണീറ്റ് നേരെ പോയത് മഞ്ജിമയുടെ റൂമിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ മഞ്ജിമ കുളിക്കുകയാണ്. അപ്പോൾ മഞ്ജിമയുടെ ഫോൺ അവിടെ ബെഡിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം ആരെയോ വിളിച്ചിട്ടാണ് കുളിക്കാൻ കയറി പോയിരിക്കുന്നത്. കണ്ട, ഫോൺ ഓഫായിട്ട് പോലുമില്ല. അപ്പോൾ ആരാണെന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുത്തിട്ട് കോൾ ലിസ്റ്റ് നോക്കുക. അപ്പോൾ കോൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അജിത്ത് എന്നുള്ളൊരു പേരാണ് മഹേഷ് അവിടെ കാണുന്നത്. ഈ അജിത്തിനെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. എന്തിനായിരിക്കും അയാൾ വിളിച്ചിട്ടുണ്ടാവുക? ഇനി ആകാശ് പറഞ്ഞിട്ടായിരിക്കോ ഈ അജിത്തിനായിട്ട് ഇവൾ കമ്പനി കൂടിയത്? അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ മഹേഷിൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ എടുക്കുക. അജിത്തിൻ്റെ നമ്പർ അടങ്ങുന്ന ആ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ മഹേഷ് അവിടെ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഡോറും അടച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. അങ്ങനെ മഹേഷ് നേരെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വക്കീലിനോട് കാര്യങ്ങൾ പറയുകയാണ്. CCTV ക്യാമറയിൽ മഞ്ജിമേച്ചിയാണ് ഈ ക്യാമറ ഓഫാക്കി എന്നുള്ള രംഗം കാണിക്കുന്നുണ്ട് അവിടെ. പിന്നീട് 10 മണിക്കുള്ള ശേഷമുള്ള ആ ഒരു ഫൂട്ടേജ് ഒന്നും കിട്ടുന്നുമില്ല. അപ്പോൾ എന്തിനു വേണ്ടി മഞ്ജിമ ചേച്ചി അങ്ങനെ ചെയ്തു, ആരെയും കയറ്റാൻ വേണ്ടി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് മറ്റാരും ആയിരിക്കില്ല, അത് ആകാശ് മേനൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല, അവിടെ വക്കീലിന് തെറ്റിപ്പോയി. അവിടെ ആകാശ് മേനോനെ കയറ്റാൻ വേണ്ടിയല്ല ഇവൾ അങ്ങനെ ചെയ്തത്. ഒരു അജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കയറ്റാൻ വേണ്ടിയാണ്. അജിത്തോ? അജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി. അജിത്തിൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകളെല്ലാം ഈ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അജിത്തിനെ കയറ്റാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും പറയാണ്. അങ്ങനെയാണെങ്കിൽ മഹേഷ് ഇത് പണി പാളുമല്ലോ. അപ്പോൾ അജിത്ത് ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ നമ്പർ വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്യണമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഈ നമ്പറിലേക്ക് വിളിക്കാൻ നിൽക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നും വക്കീൽ മഹേഷിനോട് പറയുകയാണ്. അപ്പോൾ ഈ നമ്പർ എവിടെ നിന്നും ഇതിനെ നമുക്ക് ട്രേസ് ചെയ്യാം, അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയാം. എങ്ങനെയെങ്കിലും വക്കീലെ, എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള കാരണം എന്താണ്? എൻ്റെ ചേച്ചി ഇതിന് പിന്നിൽ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരും ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. എനിക്കിനി ഇവരെ വിട്ടുകളയാനായിട്ട് കഴിയില്ല. അങ്ങനെ ആകാശ് മേനോന് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി കൈയും മടങ്ങി വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. അതുകൊണ്ട് ആകാശ് മേനോൻ പറഞ്ഞു വിട്ടതായിരിക്കും ഈ അജിത്തിനെ. അപ്പോൾ അജിത്തിന് വാതിൽ തുറന്നു കൊടുത്തതും ഈ മഞ്ജിമ ചേച്ചി തന്നെയായിരിക്കും. അങ്ങനെയായിരിക്കും എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്തിയതും അത് ആ ഒരു കുറ്റം എൻ്റെ മോൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തതും ഇവരൊക്കെ തന്നെയാണ് എന്ന് നമ്മുടെ മഹേഷ് ഉറപ്പിച്ച് തന്നെ പറയുക. അപ്പോൾ വക്കീലിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ
ആകാശിനെയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ അവിടെ നിന്ന് നാട് വിടാനുള്ള തന്ത്രപ്പാടുകളെല്ലാം ചെയ്യുക. അപ്പോൾ ആരോടൊക്കെ ഫോൺ വിളിച്ച് പറയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് വിസ റെഡിയാകണം, ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കണം, ഇനി നാട്ടിലേക്ക് കുറേ നാളത്തേക്ക് വരാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിസയുടെ കാര്യം കുറച്ച് വൈകുമെന്നൊക്കെ ആകാശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രചന. അപ്പോൾ ഇവൻ്റെ പ്ലാൻ എന്താണെന്ന് രചനയ്ക്ക് മനസ്സിലാകണം. അപ്പോൾ ഈ ആകാശ് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ വിസ വരാനായിട്ട് കുറച്ച് വൈകിയോ, എന്നാലും കുഴപ്പമില്ല, വരട്ടെ, എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ തന്നെ റെഡിയാക്കാം, ഓക്കെ, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാന്നേ, പൈസ എങ്കിൽ പൈസ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആകാശ് അവിടെ ഫോൺ കട്ടാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രചനയ്ക്ക് മനസ്സിലായി ഇവൻ വേറെന്തോ പ്ലാനിലാണ്, പോലീസുകാർക്ക് പിടി കൊടുക്കാതെ മുങ്ങാനുള്ള പരിപാടിയാണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് രചനയ്ക്ക്. അപ്പോൾ രചനയ്ക്ക് വല്ലാത്തൊരു പേടി തോന്നുകയാണ്. ദൈവം ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട് രചനയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ആകാശ് പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും രചന ചോദിക്കുകയാണ്, ആകാശേ എങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്? എങ്ങോട്ട് പോകാനായിട്ട്? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അല്ല, കേസുകളിൽ നിന്നെല്ലാം മാറ്റി മറിച്ചിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയിലാണോ? ഓഹോ, അത് ശരി. ഞാനെന്തിനാ ഇവിടെ നിന്ന് നാട് വിടുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നീ ചോദിക്കണമെന്നെല്ലാം മറുപടി ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ ഞാൻ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എങ്കിൽ കേട്ടോ, സുമിതയെ കൊന്നത് ഞാനാണ്. നിനക്ക് ആ ഒരു സംശയമല്ലേ? സത്യമാണ് പറഞ്ഞത്, സുമിതയെ കൊന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ അതെനിക്കൊരു കയ്യബദ്ധം പറ്റിയതാടി. എന്നാ കാരണം എന്നറിയാവോ? അവൾ എൻ്റെ മുന്നിൽ വന്ന് കുറേ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും നടത്തി കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും അടിയും പിടിയൊക്കെ ആയി. പക്ഷെ നിന്നോട് പോലും പറയാതെയാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ എനിക്കൊരു കയ്യബദ്ധം പറ്റി. അവളാണെങ്കിൽ എൻ്റെ അടിയുടെ ആഘാതത്തിൽ അവൾ മരിക്കുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് പോലീസിൻ്റെ മുന്നിൽ പോയി കീഴടങ്ങാനായിട്ട് പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? നമുക്കൊരു ജീവിതം വേണ്ടേന്നേ. അപ്പം അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ അവിടെ ചാക്കുള്ളിലാക്കിയിട്ട് നേരെ പാറമടയെ കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എൻ്റെ പൊന്ന് രചന, എനിക്കങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ നീയും അങ്ങനെ തന്നെയാണ്. എനിക്ക് മടുത്തു. കാരണം എനിക്ക് നിന്നോടുള്ള ജീവിതം മടുത്തുന്നേ. നീ പറയാറില്ലേ കല്യാണം കഴിച്ചുള്ള കുടുംബജീവിതം വേണമെന്ന്? എനിക്കതിനോടൊന്നും യാതൊരു താല്പര്യമില്ല രചന. ഇനി നീയായി നിന്റെ പാടായി. ഇനിയിപ്പോൾ ഇത്രയും നാൾ എൻ്റെ ഒപ്പം ജീവിച്ചല്ലേ, അതിന് വേണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ തന്നേക്കാം, നിനക്ക് ജീവിക്കാനുള്ള പൈസ. ആ പൈസയും കൊണ്ട് നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ. അല്ലെങ്കിലും നിനക്കൊക്കെ അത്രേ വിലയുള്ളൂ. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കണ്ടവൻ്റെ ഒപ്പം കൂടെ കിടക്കുന്ന അവൾമാർക്കൊരു പേരുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ രചന. അതുകൊണ്ട് ആ ഒരു കാറ്റഗറി പെട്ടവളാണ് നീയും. സ്വന്തം ഭർത്താവിനെയും മക്കളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് കണ്ടവൻ്റെ ഒപ്പം ഇറങ്ങി പുറപ്പെട്ടവളല്ലേ നീ. അപ്പോൾ നിനക്ക് ഇതൊക്കെ മതി. അപ്പോൾ എനിക്ക് എൻ്റെ വഴി. ഞാൻ അതുകൊണ്ട് ആരെയും പേടിച്ചിട്ട് സ്ഥലം വിടാനൊന്നും ഒരുങ്ങിയില്ല. നമ്മൾ ലിവിങ് ടുഗദർ ആയിരുന്നില്ലേ? അപ്പോൾ അതേപോലെ തന്നെ സംഭവിക്കുള്ളൂ. നിനക്ക് പൈസ വേണ്ടത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നേക്കാം. ജീവിക്കാനുള്ള പണം തരണമല്ലോ. ഇത്രയുള്ള ഏർപ്പാടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാ. പൈസ മേടിച്ച് അവരുടെ പാടം നോക്കി അവർ പോകും. പിന്നെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നേ ഇല്ല എന്നൊക്കെ രചനയോട് വളരെയേറെ ക്രൂരമായി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് സങ്കടം സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. കാരണം ഇങ്ങനൊരു വർത്താനം ഒരിക്കലും ഇങ്ങനെ നാവിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ ഇന്ന് രാത്രി മഹേഷിനൊരു കോള് വരികയാണ്. കോള് വന്നപ്പോഴേക്കും അത് ആരാൻ നോക്കാൻ വേണ്ടി, ഇത് രചനയോ? ഇവളെന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? എന്തായാലും ഒന്ന് എടുത്തു നോക്കാം എന്നൊക്കെ ചിന്തിച്ച് മഹേഷ് ആ കോൾ എടുക്കുകയാണ്. നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത്? ഈ സമയത്തൊന്നും എനിക്ക് നിന്നോടൊരു കാര്യവും സംസാരിക്കാനില്ല. നീ നാളെ വിളിക്ക്, എന്നിട്ട് നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം, അവിടെ വന്ന് സംസാരിക്കാം. അപ്പോഴേക്കും രചന പറയാണ്, മഹേഷേ ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്, എനിക്ക് പറയുക. അത് പിന്നെ ഞാനേ മഹേഷിൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്തുണ്ട്, ഒന്ന് വാതിൽ തുറക്കാവോ എന്ന് ചോദിക്കാം. അപ്പം ഇത് കേട്ട മഹേഷ് ആകെ ഒന്ന് ഞെട്ടിപ്പോയി. ഇവളെന്തിന് ഇവിടെ വന്നിട്ട് എന്നെ ഫോൺ വിളിക്കുന്നതെന്ന് വരെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ രചന വാതിലൊന്ന് നോക്കിയപ്പോൾ രചന നിൽക്കുകയാണ്. അപ്പോൾ രചന അകത്തേക്ക് കയറി വരികയാണ്. ഞാൻ വേറൊന്നും കൊണ്ടല്ല ഫോൺ വിളിച്ചത്, കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്ത് പറയാനാ? ഈ രാത്രിയിലുള്ള വരവൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് പറയാനാണെങ്കിലും നാളെ പറഞ്ഞാൽ പോരെ. ഞാൻ വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് മഹേഷേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്, ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി. എന്താ നിനക്ക് പറയാനുള്ളത്? മാപ്പ്, എല്ലാത്തിനും മാപ്പ്.
ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ മഹേഷിനോട് മാപ്പ് പറയുകയാണ്. എനിക്ക് ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. മാപ്പ് പറയാനല്ലാതെ വേറൊരു പ്രായശ്ചിത്തവും എനിക്ക് മഹേഷിനോട് ചെയ്യാനായിട്ട് കഴിയില്ല മഹേഷേ. കാരണം സുമിതയെ കൊന്നത് ആകാശ് തന്നെയാണെന്ന് അയാൾ എന്നോട് വെളിപ്പെടുത്തി. മഹേഷിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതും അയാളാണെന്ന് എന്നോട് വെളിപ്പെടുത്തി മഹേഷേ. എനിക്കിതൊക്കെ കേട്ടപ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റിയില്ല. എന്നിട്ട് എൻ്റെ മോനെ കുറ്റവാളിയാക്കാനായിരുന്നു അവൻ്റെയൊക്കെ ഉദ്ദേശം. ഇപ്പോൾ അവന് എന്നെയും വേണ്ട എന്ന്. കാരണം ഇപ്പോൾ ഞാനൊരു പിഴച്ച സ്ത്രീയായിട്ടാണ് അവൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. കുറേ പൈസ തന്നിട്ട് ഇനി നീ എങ്ങനെയെങ്കിലും ജീവിച്ചോ, ഇനിയിപ്പോൾ നീ എങ്ങനെയാണ് എൻ്റെ കൂടെ ഇറങ്ങിയത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ പോയി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേവലമായ സ്ത്രീയായിട്ടാണ് അയാൾ എന്നെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട മഹേഷിന് ചിരി വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടണം എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് മഹേഷ് നിൽക്കുന്നത്. മഹേഷേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി. കാരണം മഹേഷിനെ പോലൊരു നല്ല ഭർത്താവിനെ ഞാൻ കളഞ്ഞു. മഹേഷിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ മോൻ എന്നോട് പല പ്രാവശ്യം പറയും, എന്തിനാണ് മമ്മി ഡാഡിയെ പോലൊരു നല്ല മനുഷ്യനെ മമ്മി ഉപേക്ഷിച്ചിട്ട് ഇയാളെ പോലൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതെന്ന്. അന്ന് മഹേഷ് എന്നെ ഹോസ്പിറ്റലിലാക്കിയില്ലേ, ആ സമയത്ത് അവൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് അതൊക്കെ. ഇത് കേട്ട മഹേഷ് ആകെ അന്തിച്ച് നിൽക്കുകയാണ്. രചന, നിനക്കത് കിട്ടണം. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതാണ്. പക്ഷേ ആ സമയത്തൊന്നും നിനക്ക് എൻ്റെ വില അറിയാനായിട്ട് സാധിച്ചില്ല. നിനക്ക് ആകാശിൻ്റെ സ്വഭാവം ശരിക്കറിയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ പോലും പറയുന്നത് കേൾക്കാതെ നീ അവൻ്റെ കൂടെ തന്നെ കൂടി. എല്ലാ കൊള്ളത്തിലും നീ അവൻ്റെ കൂടെ കൂടി. എന്നെ തകർക്കാൻ വേണ്ടി നീ പല കുരുത്തക്കേടുകളും നീ കാണിച്ചു കൂട്ടി. അപ്പോൾ ഇതെല്ലാം നിനക്ക് അനുഭവിക്കേണ്ടത് നിന്റെ വിധി തന്നെയാണ് രചന. എനിക്ക് മനസ്സിലായി മഹേഷേ. ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ പറയാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നാളെ നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? നാളെ പറയാൻ ഞാൻ ഉണ്ടായില്ലെങ്കിലോ മഹേഷേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ വന്നത്. എൻ്റെ മക്കളെ നന്നായിട്ട് തന്നെ മഹേഷ് നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ മക്കളുടെ അച്ഛനല്ലേ. ഏതായാലും മഹേഷിൻ്റെ 2 മക്കളെ പ്രസവിച്ച സ്ത്രീയല്ല ഞാൻ. ഒരു പരിഗണന എന്നോട് കാണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റിനും ഞാൻ ഒരുപാട് മാപ്പ് പറയുകയാണ് മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയാണ്. പിന്നെ അത് കൂടാതെ തന്നെ ആകാശ് ഇവിടെ നിന്ന് സ്ഥലം വിടാനുള്ള തന്ത്രപ്പാടിലാണ്. എത്രയും പെട്ടെന്ന് അവനെ പോലീസിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് രാജ്യം വിടും എന്ന് വരെയും പറയണം. അപ്പോഴങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ നമ്മുടെ ഇഷിത അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.